ഇന്ന് നമുക്കൊരു വെറൈറ്റി അട ഉണ്ടാക്കിയാലോ. അതിനൊരു പാനിലേക്ക് ഒരു 2-3 സ്പൂൺ നെയ്യ് ഒഴിച്ച ശേഷം അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 ഏത്തപ്പഴം ഇട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് വെന്ത് കിട്ടണം. പഴം ഒന്ന് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര ഉരുക്കിയത് ഒഴിച്ച് ചിരകി വെച്ചിരിക്കുന്ന ഒരു അരക്കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് അതൊന്നുകൂടി വഴറ്റിയെടുക്കണം. ഫ്ലേവറിനായിട്ട് ഒരു നുള്ള ഏലക്കാപ്പൊടിയും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് റവയും 2 സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് അല്പം നെയ്യിൽ വറുത്ത നട്ട്സും കൂടി ചേർക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പാത്രത്തിൽ നിന്ന് വിട്ടുവരുന്ന ഒരു സ്റ്റേജിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് തണുക്കാനാക്കി വെക്കാം. ഇനി ഒരു വാട്ടി ഇല എടുത്ത് അതിലേക്ക് അല്പം നെയ്യ് പുരട്ടിയ ശേഷം ഈ വഴറ്റി വെച്ചിരിക്കുന്ന കൂട്ടെടുത്ത് അതിലേക്ക് ഒരു 2-3 സ്പൂൺ വെച്ച ശേഷം അതിനെ ഒന്ന് ചെറുതായിട്ട് പരത്തി ഒന്ന് പൊതിഞ്ഞ് ഇതുപോലെ ഒരു പൊതിയാക്കി എടുക്കാം. ഇതിനെ ഒരു 5 മിനിറ്റ് ആവിയിലൊന്ന് പുഴുങ്ങിയെടുത്തു കഴിഞ്ഞാൽ വായിലിട്ടാൽ നാവിൽ അലിഞ്ഞു പോകുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അട റെഡി. ഇത് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ?